ജ്യൂസ് കിട്ടിക്കട്ടെ. ഭാവമായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഞാൻ എന്താ കാറിന് ഇൻട്രോ എടുക്കുന്നത്. ഞാൻ തൃശ്ശൂരിലേക്ക് ഒരു മാരേജ് ഫംഗ്ഷന് പോവാണ്, എൻ്റെ ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ മാരേജിന്. അപ്പോൾ ഞാനും ഉമ്മയും ആത്താത്തയും ലാലയാണ് പോകുന്നത്. ഇനി നമ്മൾ ആത്താനെ ഹോസ്റ്റലിൽ കൂട്ടാൻ പോവാം. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് പോവാം. ലാല ഡ്രൈവ് ചെയ്യാൻ. ഉമ്മ ആത്താൻ ഹോസ്റ്റലിൽ നിന്ന് കൂട്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആത്താൻ്റെ കോളേജ് ഒരു കുന്നിൻ്റെ മേലെ, അതുകൊണ്ട് നല്ല വ്യൂ അവിടെ നിന്ന് കാണാൻ. അങ്ങനെ ആത്താൻ്റെ കോളേജിലെത്തി. ഇതാണ് ആത്താൻ്റെ MES കോളേജ്. കോളേജിൻ്റെ അടുത്ത് തന്നെയാണ് അവരെ ഹോസ്റ്റൽ. അപ്പോൾ നമ്മൾ ആത്താൻ്റെ ഡ്രസ്സ് എടുക്കാനും ഇപ്പോൾ ഇതാണ് ആത്താൻ്റെ ഹോസ്റ്റൽ. അപ്പോൾ ഇതാണ് ആത്താൻ്റെ ഹോസ്റ്റൽ. പിന്നെ കണ്ടില്ലേ നല്ല വ്യൂ ആണ് ആത്താൻ അവിടെ നിന്ന് നോക്കുമ്പോൾ. കുറേ മൗണ്ടെയിൻസും ട്രീസൊക്കെ വെച്ചിട്ട് നല്ല സിനിമ. അങ്ങനെ നമ്മൾ ആത്താനെ കൂട്ടാൻ വന്ന പാർട്ടിതാ. നമ്മൾ ആത്താനെ കൂട്ടി ഇങ്ങനെ പോവാണ്. അങ്ങനെ നമ്മൾ നല്ല മാംഗോ ജ്യൂസ് ഒക്കെ വാങ്ങിക്കി. നല്ല വെയിലല്ലേ, അതുകൊണ്ട് നല്ല തണുത്ത മാംഗോ ജ്യൂസ് കിട്ടിക്കട്ടെ. ഭാവമായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ റെയിൽവേ ക്രോസിൻ്റെ അവിടെ നമ്മൾ കാത്തു നിൽക്കാണ്. ട്രെയിൻ പോയിട്ട് വേണം നമുക്ക് പോകാൻ. ഇപ്പൊ നമ്മൾ എടത്തി മലപ്പുറം എത്തിയപ്പോഴത്തേക്ക് ഉച്ച. അങ്ങനെ മലപ്പുറത്തുള്ള ഒരു ഹോട്ടലിൽ നമ്മൾ അടിപൊളി ഊണ് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നമ്മളൊരു നെയ്വട കഴിച്ച് ഡോണറ്റിൻ്റെ ഷേപ്പിലായിട്ടൊരു ഗുലാബ് ജാമിൻ്റെ ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഊണൊക്കെ കഴിച്ചതിന് ശേഷം തൃശ്ശൂർ ഇരിഞ്ഞാലിക്കുടയിലാണ് കേട്ടോ പോകുന്നത്. നമ്മൾ സിനിമാ നടനായ ഇന്നസെൻ്റ് അങ്കിളുടെ നാട്ടിലാണ് കേട്ടോ മാരേജ്. പിന്നെ നമ്മൾ തൃശ്ശൂർ എത്തുമ്പോഴത്തേക്കും വൈകിയായി നമുക്ക് മാരേജ് സ്ഥലത്തേക്ക് പോകണ്ടേ. അപ്പം നമ്മളൊരു സ്ഥലത്ത് ഇറങ്ങി ഫ്രഷായി. പിന്നെ പേരെന്താ ഗോളിസോ ഇങ്ങനെ ബോള് പോലെ ആദ്യം ട്രൈ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ തൃശ്ശൂരിലുള്ള MCP ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിലെത്തി. ഇവിടെ വെച്ചിട്ടാണ് മാരേജ് ഫംഗ്ഷൻ. എൻ്റെ ഉപ്പാൻ്റെ ഫ്രണ്ട് ഖത്തറിലുള്ള ജലീൽ അങ്കിളുടെ മോളെ കല്യാണമാണ് ഇന്ന്. ഉപ്പയും ജലീൽ അങ്കിളും പണ്ട് ഖത്തറിന് ഒരു റൂമിലായിരുന്നു താമസം. അത് ഫ്രണ്ട്ഷിപ്പാണ്. ഞാൻ ആദ്യമായിട്ടാണ് ജലീൽ അങ്കിളിനെ നേരിട്ട് കാണുന്നത്. പിന്നെ ആദ്യത്തെ ചെറുപ്പത്തിൽ ഉപ്പാൻ്റെ കൂടെ ഉമ്മാൻ്റെ കൂടെ തൃശ്ശൂർ വന്നിട്ട് ഈ അങ്കിളിനെ കണ്ടിരുന്നു. വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് നമ്മൾ ഹാളിലേക്ക് പോയി. ഹാളിലേക്ക് പോയപ്പോൾ ഫിയാപ്പിളും ബിയോട്ടിയൊക്കെ റെഡിയായി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നായിരുന്നു. അങ്ങനെ നമ്മൾ ജലീൽ അങ്കിളിനൊക്കെ കണ്ട് ജലീൽ അങ്കിളിൽ നമ്മളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഉപ്പാൻ്റെ ഫ്രണ്ട് ജലീൽ അങ്കിളും വൈഫും. പിന്നെ ജലീൽ അങ്കിൾക്ക് ഒരു മോള് മാത്രമല്ല, ഒരു മോനുണ്ട്. മോനെ വീഡിയോയിലൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ബിയോട്ടിൻ്റെ ബ്രദറല്ലേ, അതുകൊണ്ട് ഓരോരുത്തരെ സ്വീകരിക്കാനൊക്കെ ഉണ്ടാവില്ലേ, അതുകൊണ്ട് ബിസി ആയിരുന്നു. അങ്ങനെ നമ്മളും കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അതിൻ്റെ ശേഷം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പരിപാടിയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ടായിരുന്നു. നോൺ വെജ്, വെജ്, സ്വീറ്റ്, സാലഡ് ഒക്കെ. പിന്നെ നോൺ വെജിലുള്ളത് ചപ്പാത്തി, കുബൂസ്, പൊറാട്ട, റുമാലി റൊട്ടി, പിന്നെ ചിക്കന്, മട്ടന്, ബീഫ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ വെജിലുള്ള പുലാവ്, കോളിഫ്ലവർ, പനീറൊക്കെ ആയിരുന്നു. പിന്നെ പലതരം വെറൈറ്റി സാലഡൊക്കെ ഉണ്ടായിരുന്നു.
ഞാനൊരു കോയിൻ പൊറാട്ടയും റൊമാലി റൊട്ടിയും പാസ്തയാണ് എടുത്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സാലഡിൻ്റെ കൂടെ പലതരം ഉപ്പിലിട്ടതുണ്ടായിരുന്നു, മാംഗോവും ക്യാരറ്റും കുക്കുംബറൊക്കെ. പിന്നെ അവിടെ ഒരു ദോശ കൗണ്ടർ ഉണ്ടായിരുന്നു. നമുക്ക് ലൈവായിട്ട് തന്നെ അവർ ദോശയും ഊത്തപ്പൊക്കെ ഉണ്ടാക്കി തരും. തൃശ്ശൂരിൽ പോയ മാരേജിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടില്ലേ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.